നമ്മളുടെ അറേഞ്ച് മാരേജ് അല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ ചോദിച്ചിട്ട് പോയപ്പോഴാണ് അവിടെ എന്താ തട്ടത്തിമുറത്തില് പോലെ ഒനേസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്തിയിലടുന്നു. അതിന് ഹിന്ദു ആണല്ലോ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഹായ് ഹലോ everyone, welcome back. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മള് ലവ് സ്റ്റോറി. എന്റെ പൊന്നു, സത്യം പറയാലോ, വേറെ ഒരു വീഡിയോ ഇടുമ്പോഴും ലവ് സ്റ്റോറിന്റെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിങ്ങനെ വരും. പക്ഷെ നമുക്ക് അന്ന് ആ ഒരു എനർജി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വേറൊരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി ലവ് സ്റ്റോറി ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ലോക്ക്ഡൌൺ തീരണില്ല, നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സാധനം ബാക്കി കണ്ടപ്പോഴേക്കും എല്ലാവരും ചോദ്യമായി, നിങ്ങൾ പറ്റിക്കാണ്, അൺബോക്സിങ് ഇടാൻ പറഞ്ഞിട്ടിട്ടില്ല. അപ്പൊ നമ്മളുടെ സിൽവർ ബട്ടൺ വന്നിട്ടുണ്ട്. അന്ന് തന്നെ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സിൽവർ ബട്ടൺ. താങ്ക് യു സോ മച്ച്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നടക്കില്ലായിരുന്നു. നമ്മൾ ശരിക്കും ഇത് അൺബോക്സിങ്ങിന്റെ കൂടെ പറയാന്നല്ലേ വിചാരിച്ചത്. പക്ഷെ എനിക്കത് ഫാമിലിയുടെ കൂടെ അൺബോക്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമ്മള് അൺബോക്സിങ് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നാളെ തന്നെ ഇടും. കൂടുതൽ ആഗ്രഹിപ്പിക്കണ്ട അല്ലേ, ഇവർക്ക് ബോറടിക്കില്ലേ. അപ്പൊ നമുക്ക് നേരെ ലവ് സ്റ്റോറി. അതിന് മുന്നേ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. സംഭവം നമ്മളുടെ അറേഞ്ച് മാരേജ് അല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കപ്പിൾ വ്ലോഗ് ഒക്കെ തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു Q&A ചെയ്തായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ അതില് നമ്മൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തത് 100% ലവ് ആണെന്നോ 100% അറേഞ്ച്ഡ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 2-2.5 വർഷം ഉണ്ടായിരുന്നു. നമുക്ക് അത് സത്യമാണ്. പക്ഷെ ഞാൻ ആ ഉദ്ദേശിച്ച കല്യാണം ഉറപ്പിച്ചിട്ട് അതിന് മുന്നുള്ള കഥയൊന്നും നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മൾ എങ്ങനെ കണ്ടേ, കല്യാണം എങ്ങനെ ഉറപ്പിച്ചേ, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനകത്ത് നമ്മൾ അറേഞ്ച് മാരേജ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുമല്ല, അത് കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു നമ്മളുടെ ലവ് മാരേജ് ആണ്. അപ്പൊ ഇപ്പൊ അവർ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തായാലും നിങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, എന്തായാലും റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇറ്റ്സ് എ ബിഗ് റിവീൽ. അപ്പൊ കഥ തുടങ്ങുന്ന പണ്ട് 2017-ലാണ്. കഥ തുടങ്ങും കഥാനായകൻ സോറി. ഓക്കെ, അപ്പൊ 2017-ലാണ് കഥ തുടങ്ങുന്നത് അല്ലെ. കഥ തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മള് 2017 ഫെബ്രുവരിയിൽ ഒരു ടെക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കോളേജിൽ. ഉനേശ്വര കോളേജ് എന്ന് പറഞ്ഞാൽ എന്റെ കോളേജാണ്. ഞാനും ആ കോളേജിൽ തന്നെയാണ് പഠിച്ചിറങ്ങിയത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയാ, പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടാണ് ഉനേശ്വര ജോയിൻ ചെയ്യുന്നത്. പാസ് ഔട്ട് ആയി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പ്രായം കുറെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പിന്നെ കോളേജിൽ പോകണല്ലോ എന്ന് കഴിച്ചു. പിന്നെ ജോലിയായി തിരക്കായി അങ്ങനെ പോയി. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് റിയൂണിയൻ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ കോളേജ് ടെക് ഫെസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കാം, എങ്ങനെയുണ്ട് സംഭവങ്ങൾ, പഴയ പോലെ പവറാണോ പവറേഷ് ആണോ എന്നൊക്കെ അറിയാൻ. നല്ല പെമ്പിള്ളേരുണ്ട്, നല്ല ജൂനിയേഴ്സ് വന്നിട്ടുണ്ടോ സത്യമായിട്ട്. അതും അതിനൊരു പാട്ടാണ് അല്ലെ, അതും അതിനൊരു പാർട്ടാണ്. പിന്നെ ഞങ്ങൾ ചുമ്മാ ഒന്ന് കോളേജ് കണ്ട് നൊസ്റ്റൊക്കെ അടിച്ച് പോകാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയതാണ്. പോയപ്പോഴാണ് അവിടെ എന്താ തട്ടത്തിമുറത്തില് പോലെ ഒനേസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്തിയിലടുന്നു. ഇല്ല അങ്ങനെ. അപ്പൊ കൊള്ളാലോ വെച്ച്. പിന്നെ നമുക്കാണെങ്കിൽ ആ ടൈമിൽ ഇങ്ങനെ പ്രേമിച്ചെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. കാരണം ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ നടക്കായിരുന്നു. അപ്പൊ പ്രണയിക്കാൻ ഇങ്ങനെ പുറകെ നടക്കാനുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു. അന്നത്തെ ഞാൻ ആള് ഭയങ്കരമായിട്ട് മാറിയായിരുന്നു ആ ഒരു ടൈം. കോളേജിൽ വെച്ച് ഞാൻ മഹാകൂറായിരുന്നു. സമ്മതിച്ച് തീർത്ത്. അത് ഞാൻ അത്യാവശ്യം ഭയങ്കര അലമ്പായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെയൊന്നുമില്ല, എന്നാലും അത്യാവശ്യം. അപ്പൊ അങ്ങനെയൊക്കെ നടന്ന ടീമായിരുന്നു. പിന്നെ കല്യാണം എന്റെ കോളേജിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഇത്തിരി സീരിയസ് ആയി, കരിയർ നോക്കി തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തോണ്ടിരുന്നത്. നമുക്ക് ഈ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിലുള്ള വായനോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി. അപ്പോൾ കോളേജിൽ നിന്ന് പുനേശനം കണ്ടപ്പോൾ എന്നാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. എന്നാ പിന്നെ ഒരു കൊച്ചിനെ നോക്കിയേക്കാലോ എന്ന് വിചാരിച്ച്
24 വയസ്സായിട്ടുള്ളൂ. 24 വയസ്സ് കല്യാണം കഴിക്കണം. അല്ല എനിക്ക് എന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് ലവ് മാരേജ് വേണം എന്നുള്ള ആളായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് മാരേജിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോയി കണ്ട് ആ കൊച്ചിന്റെ എന്താ പറയുക സൗന്ദര്യം ഉണ്ടോ സൗന്ദര്യം ഇല്ല എന്നൊക്കെ അറിഞ്ഞിട്ട് ഓക്കെ കാണാൻ കൊള്ളാമെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് വരുന്ന സംഭവം എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മൾ അറിയണം, ശരിക്കും എന്നെപ്പറ്റി അറിയണം, ആ കൊച്ചിനെ പറ്റി അറിയണം. അപ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഒന്നും നടക്കില്ല. അപ്പോൾ അത്യാവശ്യം സമയം വേണം ഒരാളെ മനസ്സിലാക്കാനായിട്ട്. എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഉന്നയിച്ച് അങ്ങനെയൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരത് നമ്മുടെ അറിയാവുന്ന ജൂനിയേഴ്സ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇവരെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് ഇങ്ങനെ പേരൊക്കെ നൈസായിട്ട് മനസ്സിലാക്കി ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് അല്ലേ. അത് അപ്പം നമുക്ക് ടെക് ഫെസ്റ്റ് നടന്നത് ഫെബ്രുവരി 14-15 ആയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഹെലോ അയച്ചു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം നമുക്ക് അറിയാത്ത ആൾക്കാരാണല്ലോ, അപ്പോൾ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് 17-ാം ബർത്ത്ഡേ ആണ്, 2 ദിവസം കഴിഞ്ഞ ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ അയച്ചു. അയക്കാൻ പാടില്ല തന്നെ എൻ്റെ സ്വഭാവത്തിന്. ഞാൻ അത്യാവശ്യം ചാടൽ വിട്ടുകൊടുക്കാത്ത ആളാണ്. എന്നാലും എന്തിലാവട്ടെ നമ്മൾ ട്രൈ അല്ലേ എന്ന് വിചാരിച്ച് ചുമ്മാ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് ഇട്ട് കൊടുത്തായിരുന്നു. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പം SNGC കണ്ടു. അപ്പം നമ്മുടെ കോളേജിലുള്ള ഒരാളാണല്ലോ, അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അനുവിന് ബർത്ത്ഡേയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അനുവിന് ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അനു ഹാപ്പി ബർത്ത്ഡേ അയച്ചു. അപ്പം ഞാൻ ഫേസ്ബുക്ക് അധികം ഉപയോഗിക്കാത്ത ആളാണ്. അപ്പം ഞാൻ ശരിക്കും ആ ബർത്ത്ഡേ വിഷ് കാണുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അത് ഞാൻ 19th ബർത്ത്ഡേ വിഷ് കാണുന്നത്. ഞാൻ നോക്കിയപ്പം അനുവിന്റെ ബർത്ത്ഡേ ആണ്. അത് 17th കഴിഞ്ഞു, 18th കഴിഞ്ഞു, 19th അനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് അന്ന് വൈകിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞു. അപ്പം അനു എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് ഇയറാ ചോദിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് ഇയർ കയറിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ചേട്ടൻ ഏത് ഇയറാന്ന് ചോദിച്ചു. അപ്പം അനു പറഞ്ഞു പാസ് ഔട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പം അനുവിന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേര് അനൂപ് മഞ്ഞുമൽ എന്നാണ്. എനിക്കറിയില്ല അനൂപ് എന്ന് പറഞ്ഞ പേര് മുസ്ലിമുകൾക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരു ചേട്ടൻ. അപ്പം ഞാൻ ഓക്കെ പാസ് ഔട്ട് ആണല്ലേ, ഓക്കെ ശരി. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ അനു ചോദിക്കും എന്താ കോളേജ് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്, കോളേജൊക്കെ എങ്ങനെയുണ്ട്, അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഞാൻ ഫേസ്ബുക്ക് ഒട്ടും യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് തന്നെ ചിലപ്പം അനു അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റിപ്ലൈ ഇടണേ. അനു ആണെങ്കിൽ ആ സമയത്ത് ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അനു റിപ്ലൈ ചെയ്യണേ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ വല്ല വീക്ക് ഓഫിനൊക്കെ ആയിരിക്കും നമ്മൾ മൊബൈൽ എടുത്ത് ഇങ്ങനെ തപ്പാം അല്ലേ. അപ്പോൾ ആ ടൈമിലായിരിക്കും മെസ്സേജ് നോക്കുന്നത്, മെസ്സേജ് റിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ലാഗായിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് അനു ഒരു ജൂണൊക്കെ ആയ സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് അയച്ചു. അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പം ഇൻസ്റ്റയിലാകുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഫുൾ ടൈം ഇൻസ്റ്റയിലാണ്. അപ്പം അനു റിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായി കോൺവേഴ്സേഷൻ. പിന്നെ ആ സമയപ്പോഴേക്കും അനു ഒന്ന് വർക്ക് ലോഡ് സ്ട്രെസ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയം തോന്നുന്നു. എനിക്കാണെങ്കിൽ പിന്നെ പണ്ടൊട്ട് ട്രാവൽ ചെയ്യണത് ഭയങ്കര താല്പര്യമുള്ള ടീമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കേരളത്തിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ട്രാവൽ ചെയ്യണ്ടായിരുന്ന എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു എവറസ്റ്റ് ട്രക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എവറസ്റ്റ് ട്രക്ക് ചെയ്യാൻ ഇത്തിരി ചടങ്ങാണ്, കാരണം ഇത്തിരി റിസ്ക്കിയാണ്. നമ്മുടെ AMS ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, മോർണിംഗ് സിക്നസ് ഒക്കെ വന്നാൽ നമ്മൾ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യണ വെച്ചല്ലേ. അപ്പോൾ ഞാൻ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ഇട്ട് എന്താണ് അനു സെപ്റ്റംബറിലേക്ക് ഞാൻ സെപ്റ്റംബറിൽ പോകാനായിട്ട് സെറ്റ് ചെയ്തു. ടിക്കറ്റ് എല്ലാം ശരിയായി കഴിഞ്ഞപ്പം അനു എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ, കാരണം ഞാനിങ്ങനെ എവറസ്റ്റിന് പോവാണ്, അപ്പം ചിലപ്പം തിരിച്ചു വരണം എന്നില്ല, അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് ആഗ്രഹമുള്ള എല്ലാവരെയും മീൻസ് ഒന്ന് എല്ലാ വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പോണേ. അറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റി ഇല്ലാതായാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ ഭയങ്കര സെൻറ്റി ഡയലോഗ് അടിച്ചിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കോളേജിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ വന്നു. അപ്പോൾ കോളേജിൽ വരും അനുവിൻ്റെ സത്യം പറയാലോ, ഫേസ്ബുക്കിൽ പിക്കും ഇൻസ്റ്റയിൽ പിക്കും. പിന്നെ പണ്ടത്തെ സത്യം ഇതിനകത്ത് ഇടാട്ടോ, നിങ്ങളൊന്ന് കണ്ടു. ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ട് ഒരു കോളേജിൽ ആ ഒരു ഇതിൽ നടക്കുന്ന ടൈമിലെടുത്ത് പിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ചെക്കന്മാർ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ചേട്ടൻ, ഒരു ഹിന്ദു ചേട്ടൻ. ആ ചേട്ടൻ ഇനിയിപ്പൊ എങ്ങനെ ചേട്ടൻ പോയിട്ട് എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊരു റിഗ്രറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ നോക്കി കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ കോളേജിൽ വന്നിട്ട് കാണാം സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ കോളേജിൽ വന്നില്ല. കോളേജിൽ വന്നപ്പോഴേക്കും ഞാൻ പിക്കില് കണ്ട ആളും നേരിട്ട് കണ്ട ആളും ഭയങ്കര ഡിഫറൻസ്. അതിനാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ. ഞാൻ നോക്കുമ്പോ ഈ ചെക്കൻ തന്നെയാണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത്. ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ മനു ഇങ്ങനെ പറഞ്ഞ് മറ്റന്നാൾ പോവാണ്, ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്, ഇപ്പം ജസ്റ്റ് കാണാൻ സംസാരിക്കും. ഇപ്പം ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോകാറുണ്ടോ കോളേജിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫിലിമിന് ഇങ്ങനെ പോയ കഥയൊക്കെ പറയുന്നുണ്ട്, കോളേജിൽ ടീച്ചർ നോക്കി അതൊക്കെ അങ്ങനെ കുറച്ച് നോർമൽ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിച്ചു പോയി. അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് ആദ്യത്തെ ടോക്കായിരുന്നു അല്ലേ? ഫസ്റ്റ് ആയിട്ട് നേരിട്ടാണ് സംസാരിച്ചു. ഞാൻ പറയട്ടെ, എനിക്ക് അനു ഫസ്റ്റ് വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ. ഞാൻ പൊതുവെ നോക്കുന്നത് ബോയ്സ് ഡ്രസ് ചെയ്തേക്കണ എങ്ങനെയാണ്. ഞാൻ പക്ഷെ വളരെ മോശമായിട്ടുള്ള ഡ്രസ് ചെയ്തിരുന്നു. അങ്ങനെ ഭയങ്കര ഇന്റർവ്യൂവിന് പോണ പോലെ ഒന്നും അല്ല കേട്ടോ വന്നത്. നോർമൽ ഒരു ടീഷർട്ട് ഇട്ടാ വന്നത്. പക്ഷെ നല്ല ഡീസന്റ് ആയിട്ടാണ് ഡ്രസ് ചെയ്ത്. പിന്നെ ഭയങ്കര കട്ടിത്താടിയായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പൊ എനിക്ക് താടിയുള്ള ചെക്കന്മാരെ ഇഷ്ടം. അതാണെങ്കിൽ അനു അവിടെ പോവാൻ വേണ്ടിട്ട് നല്ല താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്, എന്നാലും അവിടെ തണുപ്പൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ല, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അനുവിന്റെ ചിരിയാണ്. കാരണം അനു എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് ഭയങ്കര പോസിറ്റിവിറ്റി അതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ സംസാരവും നല്ല രസമായിരുന്നു. ബട്ട് അങ്ങനെ ഇഷ്ടം തോന്നിയതല്ല. ബട്ട് ഒരു ഹിന്ദു ചേട്ടനാണല്ലോ, ഹിന്ദു ചേട്ടനെ കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം എന്റെ മനസ്സിൽ അനു ഹിന്ദു ആണല്ലോ, അപ്പം ഒരു ഹിന്ദു ചേട്ടൻ പോയി ഇടക്കിടക്ക് ചാറ്റ് ചെയ്യണല്ലേ. പിന്നെ അവിടെ ഭയങ്കര നെറ്റിന് ഭയങ്കര റീച്ചാറിന്റെ ഭയങ്കര റേറ്റ് ആട്ടോ. 300 MB എന്തോ 500 രൂപ കൊടുക്കണം. പിന്നെ ചില റേഞ്ച് ഇല്ലല്ലോ, റേഞ്ച് ഇല്ല. പിന്നെ കഷ്ടപ്പെട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും. ഫ്ലൈറ്റ് മിസ്സായി, ഇവിടെ ഇങ്ങനെയാണ്, നമ്മൾ ടീ ഹൗസിലാണ് താമസിക്കുന്നത്, ഇവിടുത്തെ വിശേഷങ്ങൾ ക്ലിപ്പൊക്കെ അയച്ചു കിട്ടാം. അവിടെ മറ്റേ ഈവനിങ്ങില് ചായ കൊണ്ടുവന്ന സമയത്ത് ഒരു ഡാൻസ് എന്തോ പരിപാടി അതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവിടെ നേപ്പാളി ഫെസ്റ്റ് ഒക്കെ നടക്കും, അടിപൊളിയാണ് കാണാൻ, രസമാണ്, ഭയങ്കര സ്പിരിച്വൽ സെറ്റപ്പാണ്. നമ്മൾ എന്തായാലും പോകണം, എന്തായാലും ഒരു ബർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഒരു വന്നില്ല, അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് കൊതിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലിപ്പൊക്കെ അയച്ചെടുക്കും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ കാണട്ടെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് നാംജി ബസാർ എന്ന് പറഞ്ഞൊരു ബസാർ എത്തി. വലിയൊരു ബസാറാണ് അവിടെ. നമുക്കപ്പോൾ ഒരു അക്ലിമറ്റൈസേഷൻ ഡേ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം പോകാനുള്ള പ്ലാനാണ്. ഒരു ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് അവിടെ ആരുടെ സംസാരിക്കാനില്ല. അപ്പോൾ ആയുള്ളത് പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ബോറടി, അവരുടെ സംസാരിക്കാനില്ല. ഞാൻ അങ്ങാടി ഇങ്ങോട്ടൊക്കെ തേരാപ്പേര് നടക്കായിരുന്നു. നടന്നുകൊണ്ട് നമുക്ക് പിന്നെ മുനേസാടുത്ത് ചാറ്റ് ചെയ്താലും എന്ന് വിചാരിച്ച് ചാറ്റ് ചെയ്ത് എനിക്കാണെങ്കിൽ ഇപ്പൊ പറയണം എന്നുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെ. ഞാൻ ഇതുവരെ പ്രപ്പോസ് ചെയ്തല്ലോ, ഇതുവരെ ടോപ്പിക് പോലും വന്നിട്ടില്ല അല്ലെ. നല്ല ഡീസന്റ് ആയിട്ട് ഒരു ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, എന്താ വീട്ടിൽ വന്ന് ആലോചിച്ചോട്ടെ, കല്യാണം കഴിക്കാൻ ആലോചിച്ചോട്ടെ, എനിക്ക് ഇഷ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനല്ലേ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു ഇല്ല പറ്റില്ല, ലൈക്ക് ഹിന്ദു ചേട്ടനാണല്ലോ. അപ്പോഴാണ് അനു എൻ്റെ അടുത്ത് പറയണേ. അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണേ, അയ്യോ ചേട്ടൻ ഹിന്ദു ആണല്ലോ, നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അനു പറയണ, അയ്യോ ഞാൻ മുസ്ലിമാണ്, ഞാൻ പള്ളിയിലൊക്കെ പോകാൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഫുൾ നെയിം എന്താ? അത് പറഞ്ഞ അനൂപ് അബ്ദുൽ കബീർ എന്നാണ് പേര്. പിന്നെ അനൂപ് മഞ്ഞുമ്മൽ ഇടുമ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഒരു ഹിന്ദു ടച്ച് ആയതുകൊണ്ട്. അത് പിന്നെ കോളേജ് ടൈമിൽ ഞാൻ എവിടെ അനൂപ് എവിടെ മഞ്ഞുമ്മൽ നിന്നാണ് പറഞ്ഞു ഞാൻ കോളേജിൽ അറിയപ്പെട്ടത് അനൂപ് മഞ്ഞുമ്മൽ നിന്നാണ്. പിന്നെ മുസ്ലിമാന്ന് പറഞ്ഞതിനപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ റിലേഷനിലായിട്ട് നടക്കാനൊന്നും താല്പര്യമില്ല, ഇപ്പൊ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓഫീസിന്റെ അടുത്ത് സംസാരിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പറഞ്ഞില്ല, ഞാനും അങ്ങനെ തന്നെ നോക്കണേ, എനിക്ക് അങ്ങനെ ലൈൻ അടിച്ച് കുറെ നാൾ നടക്കണമെന്ന മരം ചുറ്റി പ്രേമത്തിനൊന്നും അല്ല, താല്പര്യമില്ല. അപ്പൊ വീട്ടിൽ വന്നതന്നെ ഇൻഷാല്ല വന്നതിനൊക്കെ ഒന്ന് സെറ്റിലൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ല വന്ന് ചോദിച്ചോളാം പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള, അങ്ങനെ ഒരു ചെക്കൻ പറയുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ വീട്ടിലൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ പോയി ഞങ്ങൾ തിരിച്ചു വന്ന് 1 മാസം പിടിച്ചല്ലേ, ഒരു 10-25 ദിവസം പിടിച്ചാണ് പോയി തിരിച്ചു വരാനായിട്ട്. 5 ദിവസം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ദിവസം അങ്ങനെ ഒരു എന്താ പറയാ, നമുക്കൊരു ഹാഫ് പോസിറ്റീവ് റിപ്ലൈ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പിന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്ന്. വേറെ ഒന്നല്ല, കാശ്മീർ എന്റെ പശ്മിന ഷോൾ അല്ലേ ഫസ്റ്റ് ഗിഫ്റ്റ്, പിന്നെ അവിടുത്തെ കോയിന് അങ്ങനെ അവിടെ സുവനിയർ ഒരുപാട് കിട്ടുമായിരുന്നു. അപ്പോൾ അതിനകത്ത് 2-3 വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് ഞാൻ തിരിച്ചു വന്ന് പിന്നെ ഇവിടെ എത്തി. ഈ സാധനങ്ങളൊക്കെ പശ്മിന ഷാൾ ഉമ്മച്ചിക്ക് ഒരെണ്ണം വാങ്ങിച്ച്, താതാക്ക് ഒരെണ്ണം വാങ്ങിച്ച്, പിന്നെ ഒക്കെ ഒരെണ്ണം വാങ്ങിച്ച്.
അപ്പോൾ ഉമ്മച്ചിക്ക് തതാക്കും കൊടുത്ത്. അതുകൊണ്ട് മറ്റേ ഷോൾ ഉമ്മച്ചി ചോദിച്ചത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെൻ്റെ ഒരു ഫ്രണ്ടിനാന്ന് പറഞ്ഞു. അതാ ഫ്രണ്ട്, ഞാൻ ഉമ്മച്ചിക്ക് തന്നെ എല്ലാ ഫ്രണ്ട്സിനെ അറിയാം. പിന്നെ അതേതാ ഫ്രണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഒരു പുതിയ ഫ്രണ്ടാണ് ഉമ്മച്ചി, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. അന്നെ ഇറങ്ങിയിട്ട് പുറത്തേക്ക്. അപ്പോൾ ഈ ഷോൾ എടുത്തിട്ട് ഇറങ്ങി ഉമ്മച്ചി ചോദിച്ച് ഇപ്പം തന്നെ ഇത് കൊണ്ട് കൊടുക്കാൻ മാത്രമുള്ള ഫ്രണ്ട് ഏതാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഇങ്ങനെ സ്ക്രൂ ചെയ്യലൊന്നുമില്ല ഉമ്മച്ചി ഭയങ്കര ഇതാട്ടാ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അങ്ങനെയാണ്. അപ്പം ഉമ്മച്ചീൻ്റെ അടുത്ത് അനുവായിട്ട് ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ? അനുവിന്റെ എല്ലാ ഉടായി പറയാം ഉമ്മച്ചിക്ക്. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് ഉമ്മച്ചി നൈസായിട്ട് ഊഹിച്ച് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അനു എനിക്ക് ഫസ്റ്റ് ഇത് കൊണ്ടുവന്ന് അപ്പം ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും പ്രഷ്യസ് ആണ്. അപ്പൊ അത് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് ആ സാധനം. അത് കഴിഞ്ഞിട്ട് തിരിച്ചൊന്ന് ഉമ്മച്ചൊക്കെ ഇത്തിരി ഉമ്മച്ചി തതെടുത്തെന്തോ പറഞ്ഞു. അപ്പൊ ഇത്ത നൈസായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടിരുന്നു. അപ്പൊ ഇത്തത്ത ഇങ്ങനെ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ എങ്ങനെയാണ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഇത്താക്ക് എന്തായാലും തതത്തിലൂടെ ഐക്യു കൂടിയ ടീമാണ്. അപ്പൊ പെട്ടെന്ന് എത്തും. അപ്പൊ തതാക്ക് മനസ്സിലായി സംഭവം. അപ്പൊ തത ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങള് ചാറ്റിങ് നിർത്തി നൈസായിട്ട് ഫോൺ വിളിച്ചൊക്കെ തുടങ്ങി അല്ലേ? അപ്പൊ ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോഴേക്കും അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫോൺ വിളിച്ചു തുടങ്ങി. അപ്പൊ സാധാരണ ഞാൻ ഇങ്ങനെ വീട്ടിലൊന്നുണ്ടെങ്കിൽ അധികം ഫോൺ ചെയ്യലൊന്നുമില്ല, ഉമ്മച്ചിത്തൊക്കെ സംസാരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ഞാൻ എവറസ്റ്റിൽ നിന്ന് പോയിട്ട് വന്ന പിന്നെ ഞാൻ മിക്കപ്പോഴും ഫോണിലായിരിക്കും. ഇടക്കിടക്ക് ഭയങ്കര സംസാരം, വീടിന്റെ പുറത്തേക്ക് പോയി സംസാരിക്കുന്നു, അപ്പുറത്ത് പറമ്പിൽ പോയി സംസാരിക്കുന്നു, അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും. അപ്പോൾ ഞാൻ ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഉച്ച ദിവസം വന്നിട്ട് പറഞ്ഞു ആരോട് സംസാരിക്കണേ, എവറസ്റ്റിൽ പോയി വന്നപ്പോൾ സാധനത്തിന് കൊണ്ടുവന്നു, ആരാണ് അത്, എന്താണ് അത് അവന് ആരാണത്, എവറസ്റ്റിൽ നിന്ന് എന്താ കയറിയേക്കണേ മേത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും കയറിയിട്ടില്ല ഉമ്മച്ചിന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാ ശരി, ഇതൊന്നും പറ്റില്ല, ഇവിടെ നടക്കാത്ത കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് സീനായി. ഞാൻ ഇത്ര സീനാക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും തത്ത നൈസായിട്ട് അതിന്ന് തത്ത നൈസായിട്ട് സീനാക്കി സൈഡിൽ നിന്ന്. ചിത്തെന്ന് പറഞ്ഞാൽ നടക്കൂല, പരിപാടി നടക്കൂല, എങ്ങനെയൊന്നും നടക്കൂല, നമ്മൾ കണ്ടുപിടിക്കും, ഉമ്മച്ചി കണ്ടുപിടിക്കും, തത്ത കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു. തത്തയും ഉമ്മച്ചിയും കാണുമ്പോൾ പിള്ളേരെ കെട്ടാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ഉമ്മച്ചി ഇതാണ് കൊച്ചെന്ന് പറഞ്ഞു. ഉമ്മച്ചി ഇങ്ങനെ ഒന്ന് പോയിട്ട് കുഴപ്പമില്ല, നല്ല വെച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉമ്മച്ചി ഇങ്ങനെ നേരെ ഹൈ പോയി നേരെ അതാണ് അനുവിന്റെ ഏറ്റവും ഫേവറേറ്റ് പിക്ക് കിട്ടാ. അത് പിന്നെ തതൊക്കെ ഇഷ്ടപ്പെട്ട ഫോട്ടോ ഉണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ടില്ല തീർന്നായിരുന്നു. ഭയങ്കര പാവം പോലെ ഇരിക്കുന്ന ഒരു പിക്കാണ് എന്റെ അല്ലേ? ശരിക്കും അതൊക്കെ കണ്ടാണ് ഞാൻ പറ്റിച്ചത്. പക്ഷെ ഞാനിപ്പോ പറയാൻ പറ്റില്ല, ഭയങ്കര സാധനങ്ങളുള്ളത്. ഞാൻ വന്നിട്ട് ഒരു 1 month കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ വീട്ടിൽ പറയാൻ ഭയങ്കര ഒരു വിഷമം. അപ്പം എന്തോ ഒരു സ്റ്റോറി എന്തോ കണ്ടപ്പോഴേക്കും ദീദിക്കും ലുജൈനും ഡൗട്ടായി. എന്റെ എൽഡർ സിസ്റ്ററും ദീദിക്കും ലുജൈനും ഡൗട്ടായി എനിക്ക് റിലേഷൻ ഉണ്ടെന്ന്. അപ്പം ഇവര് എന്നെ പൊക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് രണ്ടാളോട് റൂമിൽ പ്ലാൻ ചെയ്തിട്ട് എന്റെ റൂമിലേക്ക് വരണം. അപ്പൊ ഞാൻ ഒരുപാട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പം ദീദി വന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ലൈനൊക്കെ ഉണ്ടല്ലേ ചോദിച്ചു. അപ്പോഴാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ അവരോട് പറയാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളോട് ചോദിക്കണം. അപ്പൊ ഞാൻ ആയിണ്ട്. അപ്പോഴേക്കും ദീദി ലുജൈനും ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഇവര് പ്രതീക്ഷകൾ ഇല്ല എന്നുള്ളൊരു റിപ്ലൈ ആണല്ലോ. അപ്പൊ ഇവര് പിന്നീട് പൊക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, പ്ലാൻ ചെയ്ത് ഭയങ്കര അങ്ങനെയാണല്ലോ. നമുക്ക് സിബ്ലിങ്സിനൊക്കെ എന്തെങ്കിലും ഡയപ്പിടിയാകുമ്പോൾ പൊക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം ദീദി ചോദിച്ചു ഏതാ ചെക്കൻ, എന്താ ചെയ്യണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ദീദിക്ക് എപ്പോഴും എന്നോട് പറയാറുള്ളത് നീ നോക്കിക്കോ ആളെ, പക്ഷെ ആൾക്ക് ഫസ്റ്റ് തിങ് ഒരു നല്ല ജോബ് വേണം, പിന്നെ എഡ്യൂക്കേഷൻ വേണം. അപ്പൊ ദീദി എൻ്റെ അടുത്ത് ചോദിച്ചു ചെക്കൻ എന്താ ചെയ്യണേ. ഞാൻ പറഞ്ഞു ചെക്കൻ ഇപ്പോൾ ആ സമയത്ത് ഡിക്കാറിനോളാണ് വർക്ക് ചെയ്യുന്നത്, ഡിക്കാറിനോട് വർക്ക് ചെയ്യണം. എന്തോ പഠിച്ചിട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ കഴിഞ്ഞ MBA ആണ്. അപ്പോഴേക്കും ദീദി ഓക്കെ എന്നാ ചെക്കൻ്റെ പിക്ക് കാണിച്ച്. അപ്പൊ ഞാൻ ഓൺലൈനിൽ നല്ലൊരു പിക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നാലും ആ സമയത്ത് ദീദി വലിയ പിക്ക് അതിനും അപ്പോഴും പിക്കൊന്നും എടുക്കില്ലായിരുന്നു കേട്ടോ. ഇവിടെ എവറസ്റ്റ് പോയിട്ട് തന്നെ എത്ര പിക്ക് അതിനൊന്നും അങ്ങനെ എടുക്കില്ല. അപ്പൊ മുള്ളയിൽ നല്ലൊരു പിക്ക് കാണിച്ചു. ദീദി ഓക്കെ കുഴപ്പമില്ല, ലുജൈനും ഓക്കെ കുഴപ്പമില്ല. അപ്പൊ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എത്ര നേരത്തെ പറഞ്ഞേ കുഴപ്പമില്ല വീട്ടിൽ പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അങ്ങനെ ഞാൻ ദീദിനോട് പറഞ്ഞു ഇപ്പൊ പറയണ്ട, കാരണം ഞാൻ ആ സമയത്ത് സെക്കൻഡ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ 3rd സെം എന്തോ. അപ്പം എനിക്ക് കല്യാണം നോക്കണില്ല, അപ്പൊ വീട്ടിലിപ്പോ പറയണ്ട, സമയമാകുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു ദീദിയുടെ അടുത്ത്. പക്ഷെ ദീദിയും ഉമ്മച്ചിയും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്, അവർ തമ്മിലൊന്നും ഇരിക്കില്ല. ദീദി അന്ന് വൈകിട്ട് തന്നെ നൈസായിട്ട് ഉമ്മച്ചിട്ട് പോയിട്ടു
മുനീസക്ക് ഒരു ആലോചന നോക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ഉമ്മച്ചി പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ പ്രായമൊന്നും ആയിട്ടില്ല, അപ്പോൾ നോക്കണ്ട, ആകെ 19 വയസ്സായിട്ടുള്ളൂ. അപ്പം വീട്ടിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിൽ കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇല്ല നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ദീദി ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തപ്പോഴേക്കും അത് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ദീദി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പറയണല്ലോ, വീട്ടിൽ സമ്മതിക്കും നോക്കിയിട്ടാണല്ലോ പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദീദി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മാട്രിമോണി സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു. അപ്പം അത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചി നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീദിയുടെ അടുത്ത്. ഈ സമയത്ത് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പഠിക്കണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ദീദി പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നല്ല ആലോചനയൊക്കെ വന്നാൽ എൻ്റെ ഫ്രണ്ടിനൊക്കെ നല്ല ആലോചന ഇതുവഴിയാണ് വന്നത്, അപ്പോൾ നമുക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാന്നൊക്കെ പറഞ്ഞിട്ട് ദീദി രജിസ്റ്റർ ചെയ്തിട്ട് അപ്പം അനു ഉണ്ടായിരുന്നു മാട്രിമോണിയിൽ. അപ്പം മാട്രിമോണിയുടെ അനുവിൻ്റെ പ്രൊഫൈലിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉമ്മച്ചി പറഞ്ഞു ചെക്കൻ കണ്ടിട്ട് അത്ര പോരാ, കണ്ടിട്ട് ഉമ്മച്ചിക്ക് ഒരു വാല്യൂസ് ഇല്ലാത്ത പോലെ തോന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചി അപ്പം തന്നെ നെഗറ്റീവ് പറഞ്ഞു. ചെന്നൈ വേണ്ട, ഇതിന് കൊള്ളൂലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നെഗറ്റീവ് ആയല്ലോ. അതുകൊണ്ട് പിന്നെ മാട്രിമോണിയിൽ നിന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മാട്രിമോണിന്ന് പിന്നെ ഇങ്ങനെ കോൾ ചെയ്യാറായി, കോളിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അനു എന്ത് പറഞ്ഞു വീട്ടില് വിളിക്കാം, മാട്രിമോണിന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് വീട്ടില് വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പച്ചനെ ഫസ്റ്റ് വിളിച്ചു അല്ലേ. അപ്പൊ എന്താ അപ്പച്ചു പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. 2 ആഴ്ച വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വീട്ടിൽ കോളില് അപ്പം ഞാൻ കുഞ്ഞിതാണല്ലോ അവരുടെ മുന്നിൽ, എന്നെ കെട്ടിക്കാനായിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ട, കല്യാണം നോക്കണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അനുവിനെ വിളിച്ചില്ല അവര്. ഞാൻ എനിക്ക് നോക്കല് പറയാൻ പറ്റില്ലല്ലോ. ദീദി നൈസായിട്ട് ചോദിക്കുമ്പോഴും ഉമ്മച്ചി പറഞ്ഞേ ഇല്ല നോക്കണില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അനു വീണ്ടും വിളിച്ചല്ലേ, 2 ആഴ്ച 2 ആഴ്ച അല്ല 3 ആഴ്ച. കാരണം അനുവിനെ കാണാതെ ഇവര് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നമുക്ക് നടക്കോ ഇല്ലെന്നുള്ളത് അറിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ട് വരികയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനൊരു 3 വീക്സ് കഴിഞ്ഞപ്പം അനു വിളിച്ചു. അപ്പൊ ഞാൻ അന്ന് ഡിക്കാത്തലോണം നിൽക്കായിരുന്നു. ശരിക്കും എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നില്ല, മീറ്റിംഗിന് വേണ്ടി പോയതാ. മീറ്റിംഗിന് വേണ്ടി പോയി കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുനീഷ് താനെന്താ വാപ്പച്ചിനെ വിളിക്കാത്തേ എന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വാപ്പച്ചിനെ വിളിച്ചിട്ട് സംസാരിച്ചു. വാപ്പച്ചി പറഞ്ഞു ഇപ്പൊ എവിടെ നിൽക്കണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഡിക്കാത്തലോണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ ദേവനെന്ന് പറഞ്ഞു ഞാൻ കിടുങ്ങിപ്പോയി. ഞാൻ കിടുങ്ങിപ്പോയി. എന്റെ പൊന്നെ എന്റെ കോലെന്നൊക്കെ പറയണ മറ്റേ ഫുള്ള് വേർത്ത് കുളിച്ച് ടീഷർട്ടൊക്കെ ഒലിച്ച് വേർത്ത് കുളിച്ച് നിൽക്കരുന്നു. ഞാൻ നേരെ വീട്ടിലേക്ക് ഓടി. എന്റെ ഡയലോഗാണ്, അടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോയി പെട്ടെന്ന് കുളിച്ച് റെഡിയായി. എങ്ങനെയാ അറിയില്ല, ഒരു 15 മിനിറ്റ്, വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ഉള്ളൂ, വീടടുത്താണ്. അപ്പൊ നേരെ പോയി കുളിച്ച് റെഡി. അപ്പൊ തന്നെ ഉമ്മച്ചിനെ വിളിച്ചൊക്കെ പറഞ്ഞു. ഉമ്മച്ചി പെട്ടെന്ന് ഷർട്ട് തയ്ച്ചത് പാന്റ് തയ്ച്ചത് വന്ന വഴിക്ക് വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്നിട്ട് നേരെ വന്ന് കുളിച്ച് റെഡി അപ്പൊ തന്നെ പോയി. അപ്പൊ തന്നെ ഉമ്മച്ചിക്ക് ചെറിയ ഡൗട്ട് അടിച്ചില്ലേ? ഉമ്മച്ചിക്ക് ഉറപ്പായിരുന്നു. ഉമ്മച്ചി എന്താണ് പരിപാടി, നീ കാലത്ത് ഇങ്ങനെ വരാറില്ലല്ലോ, എന്താണ് പരിപാടി? ഞാൻ വലിയ ഒരാളെ കാണാനുണ്ട്, ഞാൻ വന്നിട്ട് പറയാന്നുണ്ട്. അപ്പൊ നേരെ പോയി ഡിക്കാത്തലോൺ വിളിച്ച് അവിടെ എത്തി. അല്ല, അതിന് മുന്നേ എന്റെ പാരന്റ്സ് പോണ സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എന്താ ആ ചെക്കൻ വിളിച്ച് അപ്പൊ പിന്നെ പോയിട്ട് ഇല്ല നമ്മൾ നോക്കണില്ലാന്ന് പറയാം, അപ്പൊ നമ്മൾ ജസ്റ്റ് കാണാതെ ഇനി പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ നമ്മൾ നോക്കണില്ലാന്ന് പറയാന്ന് വിചാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഷോ എന്തായാലും പിന്നെ നടക്കില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാപ്പിച്ച് വിളിച്ച് പുറത്തേക്ക്. അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞ് അവർ വെച്ച് എന്താണ് ഇപ്പം എന്താണ് ഇവിടെ ജോലി, അങ്ങനെയാണ് കുറേ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാനേജറായിരുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ എത്ര സമയം കിട്ടും, എത്ര സമയത്തോട് ജോലി ചെയ്യും അതൊക്കെ ചോദിച്ച്, പിന്നെ വീടോടെയാണ് ശരിക്കും വീടോടെ എന്നൊക്കെ ചോദിച്ചാൽ വീടൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് ഒരു പറഞ്ഞു. എന്നിട്ട് ആവശ്യം പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ടോ, എന്നെ വിളിച്ചിട്ട് അത്ര നേരം വെച്ച് നോന്ന് പറഞ്ഞ നെഗറ്റീവ് അടിച്ചിരുന്ന ആള് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല ചെക്കൻ, വന്നപ്പോ തന്നെ നല്ല ചിരിച്ച് സംസാരിക്കുക, അത് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടി. അപ്പോഴേക്കും ശരിക്കും ഷോക്കായി പോയി.
എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞു നല്ല ജോലിയൊക്കെ ഉണ്ട്, അവിടെ നല്ല ജോലിയൊക്കെ ഉണ്ട്, പിന്നെ സംസാരമൊക്കെ അടിപൊളിയാണ്, കാണാനും കൊള്ളാം, നല്ല ചെക്കനാണ്, നമുക്കിനി ഒന്ന് ഫാമിലിയും കൂടി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഹാപ്പി ആയി. ഞാൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ ഉമ്മച്ചിക്ക് അതൊക്കെ ചെറുതായിട്ട് അറിയായിരുന്നു, പിന്നെ ആവശ്യമെടുത്ത് മാത്രമേ ഇങ്ങനെ പറയാണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ സാധാരണ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചിരുത്തി സംസാരിച്ച് ഇങ്ങനെ എനിക്കിങ്ങനെ താല്പര്യമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആവശ്യം പറഞ്ഞ് ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ ആവശ്യം ഇങ്ങനെ പറഞ്ഞു. ആവശ്യടുത്ത് വെച്ച് എന്താ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് വെച്ചു. നിൻ്റെ അടുത്ത് എൻ്റെ ഉമ്മിച്ച് ചോദിച്ച് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത്തത് വെച്ച് ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പിന്നെ ഇത്തത് പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല. വാപ്പിച്ചെന്താ എന്ന് ചോദിച്ചു. പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ, ഇപ്പോൾ വേറെ കല്യാണം കഴിപ്പിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എൻ്റെ തലയിൽ എടുത്തിട്ടുള്ളേ, ഇതാകുമ്പോൾ നിൻ്റെ റിസ്കിൽ പരിപാടി കഴിഞ്ഞോളും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഓക്കെ എൻ്റെ റിസ്ക് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഫാമിലി അന്വേഷിച്ചു. ഓക്കെ, അപ്പോഴേക്കും 2018 ആയിട്ടാ. 2018 ജാനുവരി ആയപ്പം വീട്ടിൽ നിന്ന് അനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇത്താത്ത അമ്മച്ചിയൊക്കെ കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ലൈക്ക് നമ്മൾ കല്യാണം ഉറപ്പിക്കുന്നതിന് മധുരം കൊടുക്കൽ എന്നാണ് ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിന് ഇവർ മധുരമൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പൊ അന്നാണ് ഫസ്റ്റ് ഞാൻ എൻഗേജ്മെന്റ് റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ചോദിക്കുമ്പോൾ കാണിക്കുന്ന ഒരു റിംഗ് ഉണ്ട്. അത് ശരിക്കും മധുരം കൊടുക്കലിന് ഉറപ്പിക്കലിന് ഇട്ടതായിരുന്നു. ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പം ജാനുവരിയിലായിരുന്നു അത്. അതിന് 8 മാസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മളുടെ എൻഗേജ്മെന്റ് ഒഫീഷ്യലി ഉണ്ടായിരുന്നത്. ഒക്ടോബർ 2018 നമ്മളുടെ എൻഗേജ്മെന്റ്. ഡേറ്റ് 7-ാം തീയതി, ഒക്ടോബർ 7-നായിരുന്നു എൻഗേജ്മെന്റ്. ജാനുവരി എന്നായിരുന്നത്? ജാനുവരി 14-ാം തീയതി ആയിരുന്നു പെണ്ണാണാൻ വന്നേ. ജാനുവരി 14 പെണ്ണാണാൻ വന്ന് ഒക്ടോബർ 7-ാം തീയതി എൻഗേജ്മെന്റ് ഒഫീഷ്യലി. അത് കുടുംബക്കാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തില്ല. മറ്റേ ഫംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നത്. അനുവിന്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം പിന്നെ നമ്മൾ റിലേറ്റീവ്സിനെയൊക്കെ വെച്ചിട്ട് എൻഗേജ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് 2018 കഴിഞ്ഞിട്ട് 2020 നമ്മളുടെ കല്യാണം. ഒക്ടോബർ 1-നാണ് അനു എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് അവിടെ ചെന്നിട്ട്. അപ്പം ഒക്ടോബർ 1 നമ്മൾ ലവ് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണേ. അപ്പൊ 3 വർഷം ഇപ്പൊ കഴിഞ്ഞു. ഈ ഒക്ടോബർ വരുമ്പം 4-ാം വർഷം. ഓക്കെ, അപ്പം 4.5 വർഷമായിട്ട് അനുവിനെ എനിക്ക് ഓൾറെഡി അറിയാം. ഫെബ്രുവരി അറിയണമെന്നാണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ശുഭമായി കല്യാണമൊക്കെ നടന്നത്. ബട്ട് നോർമൽ ഒരു ലവ് മാരേജിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും എക്സ്പെക്ട് ചെയ്തായിരുന്നു വീട്ടിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്മൂത്ത് ആയിട്ട് പോയിട്ടൊരു ഇതായിരുന്നു. അല്ല, ആൻഡ് കുറെ പേർക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതുമല്ല എന്റെ ഫാമിലിക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ നേരത്തെ കണ്ടു പരിചയപ്പെട്ടിട്ടാണ്, റിലേഷനിലായിട്ടാണ് പ്രപ്പോസൽ വന്നതെന്ന്. പക്ഷെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും മനസ്സിലായി. പിന്നെ അനു പറഞ്ഞു, അനു എന്നെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോയ സമയത്ത്. അപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് നേരത്തെ അറിയാമെന്ന്. പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കറിയില്ല, അവർക്ക് അറിയാം ലവ് മാരേജ് ആണ്, കംപ്ലീറ്റ് ലവ് മാരേജ് ആണ്. പിന്നെ ഇനി കുറേ റിലേറ്റീവ്സിനൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പം അവർക്കും ഏകദേശം. പിന്നെ നമ്മൾ അധികം നാളങ്ങനെ റിലേഷനിലായിരുന്നില്ല. എന്തായാലും റിലേറ്റീവ്സിനൊക്കെ ഓൾമോസ്റ്റ് മനസ്സിലായിരുന്നു. എൻഗേജ്മെന്റ് കഴിയുമ്പോൾ തന്നെ ഭയങ്കര കമ്പനി. അല്ല, എൻഗേജ്മെന്റിന് ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങള് ഭയങ്കരമായിട്ട് സംസാരിച്ചിങ്ങനെ ആദ്യമായിട്ട് അറേഞ്ച് മാരേജ് അതെ സംസാരിക്കില്ല, എല്ലാവർക്കും മനസ്സിലായിരുന്നു. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെ വലിയ പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ എല്ലാം അടിപൊളിയായിട്ട് പോണ്. അതെ അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞ് അല്ലേ? ഫസ്റ്റ് ആനിവേഴ്സറി 1.5 വർഷമായി നമ്മളുടെ ലവ് സ്റ്റോറി. അപ്പം അപ്പൊ ഇനിയിപ്പോ ലവ് സ്റ്റോറി ചോദിക്കണ്ടോ? അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.